ഹായ് ഡിയർ ഫാമേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2/1/2024 ഏറ്റവും ലേറ്റസ്റ്റ് വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വീഡിയോ കണ്ട സുഹൃത്തുക്കൾ ആരെങ്കിലും നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അവരുടെ അറിവിലേക്കായിട്ട് പറയുകയാണെങ്കിൽ ഡെയിലി ബ്രോയിലർ ഫാം റേറ്റ്, അതേപോലെ തന്നെ ഡെയിലി ബ്രോയിലർ ചിക്സ് റേറ്റ്, അതോടൊപ്പം തന്നെ ബ്രോയിലർ ഫാമുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും അപ്ലോഡ് ചെയ്യുന്ന ഒരു ചാനലാണ് PK ഫാംസ് നടന്ന ഈ ഒരു യൂട്യൂബ് ചാനൽ. അതേപോലെ തന്നെ ബ്രോയിലർ ഫാമുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ആ ഒരു ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ തൊട്ട് താഴെ ആദ്യത്തെ ഒരു കമൻറ്റായിട്ട് പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ലിങ്കിലൂടെ ആ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഡിയർ ഫാമേഴ്സ്, ഇന്നത്തെ ഫാം റേറ്റും കാര്യങ്ങളൊക്കെ നോക്കുന്നതിന് മുന്നേ ഒരു കാര്യം പറയാനുള്ളത്, നമ്മളിപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് രാത്രി കാലങ്ങളിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം വെക്കേഷനൊക്കെ ആയതുകൊണ്ട് ഫാമിൽ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്യാതിരിക്കാനുള്ള കാരണം. എന്നിരുന്നാലും നമ്മൾ ഓരോ ദിവസവും റേറ്റും കാര്യങ്ങളൊക്കെ വാട്സപ്പ് ഗ്രൂപ്പിലും അതുപോലെ തന്നെ യൂട്യൂബിൻ്റെ കമ്മ്യൂണിറ്റി ടാബിലും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡിയർ ഫാമേഴ്സ്, ഇന്നത്തെ ഒരു ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഗാനിക് ഫാമിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഇതിനോട് തന്നെ പല വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രോട്ടീൻ പൗഡർ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, അതേപോലെ തന്നെ ഈ ദഹനം കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യുന്നത്, ഇതിനെ പറ്റിയിട്ടൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ തന്നെ ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് പോലെ നമ്മുടെ ഫാമിൽ ചെയ്തിട്ട് നമ്മുടെ ഫാമിൽ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. നല്ല റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് നമ്മളത് വീഡിയോയിലൂടെയും അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ നമ്മളത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു സിസ്റ്റത്തിലേക്ക് മാറിക്കഴിഞ്ഞാൽ പല ഫാമേഴ്സും പലപ്പോഴും പറയുന്ന പ്രശ്നമാണ്, കോഴികൾ ഒക്കെ എന്താ പറയുക, തൂവലൊക്കെ വന്ന് മൂടി, വെയിറ്റ് ഇല്ല, കാലുകളാണെങ്കിൽ മഞ്ഞക്കാലല്ല, കോബെല്ലാം തോന്നുന്നുണ്ട് എന്നൊക്കെ പറയാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ കോബ് തന്നെ ആയിരിക്കും. അത് എന്താ പറയുക, ഈ പറയുന്ന പോലെ തന്നെ ഗ്രോത്ത് കറക്റ്റ് അല്ലാത്തത് കൊണ്ട് വരുന്ന പ്രശ്നങ്ങളാണ്. ഇത്തരം പ്രശ്നങ്ങളൊന്നും നമുക്ക് എങ്ങനെ ഞാനീ പറഞ്ഞ ഈ ഒരു സിസ്റ്റത്തിലൂടെ പോയി കഴിഞ്ഞാൽ നമ്മളെ ഫാമിൽ ഉണ്ടാകത്തില്ല. മാത്രമല്ല ഫാമിൽ നല്ല ലിറ്ററൊക്കെ ഡ്രൈ ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ പരിസരത്ത് ഒരു ദുർഗന്ധം വരുന്ന ആ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. ഈ ഒരു ഫാമിൽ നമുക്ക് ദുർഗന്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ ഫാമിൻ്റെ പരിസരത്തുള്ള വീട്ടുകാർക്ക് മാത്രമല്ല പ്രശ്നം, അത് ശരിക്കും അറിയാം നമുക്കും വലിയ പ്രശ്നം തന്നെയാണ്. വീട്ടുകാർക്ക് ദുർഗന്ധം അസ്വസ്ഥത ഉണ്ടാക്കുമെങ്കിൽ നമ്മൾ സാമ്പത്തികമായിട്ട് വളരെയധികം അത് നഷ്ടത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു സംഭവമാണ് ഈ ഒരു സ്മെല്ലുണ്ടാവുക എന്ന് പറഞ്ഞാൽ. കാരണം സ്മെല്ലുണ്ടായിക്കഴിഞ്ഞാൽ ആ കോഴികൾക്ക് ഗ്രോത്ത് ഉണ്ടാവില്ല. അതേപോലെ തന്നെ ഇങ്ങനെ ഡ്രൈ അല്ലാത്ത ലിറ്ററിൽ കിടന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കോക്സി പോലത്തെ അസുഖങ്ങൾ വരും. ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനെന്നും ഈ ഒരു സിസ്റ്റത്തിലേക്ക് മാറാൻ വേണ്ടി പറയുന്നത്. അപ്പോൾ നമ്മളിത് പറയുമ്പോൾ പലപ്പോഴും പല ഫാമേഴ്സിന് സംഭവിക്കുന്നൊരു കാര്യമാണ്, ഇപ്പോൾ ഇതിന് എത്ര കോസ്റ്റ് വരുമെന്ന് ചോദിക്കും. അപ്പോൾ ഞാനെന്നും പറയാറുണ്ട്, നമുക്ക് ഇതൊക്കെ ചെയ്യുമ്പോൾ ഒരു ബാച്ച് നമുക്ക് പിടിച്ച് കഴിയുമ്പോഴേക്കും ഒരു ₹2.50 അടുത്ത് നമുക്ക് കോസ്റ്റ് വരും. അപ്പോൾ അത് അത്രയും പൈസയൊക്കെ മുടക്കണോ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇതൊന്നും ഉപയോഗിക്കാത്ത രീതിയിൽ നമ്മൾ വളർത്തുകയാണ്, വേറെ എന്തൊക്കെയോ മേടിച്ച് കൊടുത്തിട്ട് ചെയ്യുകയാണെങ്കിലും ഈ പറയുന്ന പോലെ തന്നെ ₹2 അടുത്ത് എന്തായാലും വരും. എന്നാൽ ഇവിടെ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ, ഇവിടെ നമ്മൾ ഈ 2.50 മുടക്കുമ്പോൾ നമുക്ക് അതിനേക്കാളേറെ തിരിച്ച് ഇങ്ങോട്ട് വരും. ഒന്ന് ഫീഡിൽ നല്ല മാറ്റം നമുക്ക് വരും, FCRലാണെങ്കിൽ നല്ല മാറ്റം വരും. ഇങ്ങനെ ചെയ്തിട്ട് നിങ്ങൾക്കൊരു ബാച്ച് നിങ്ങൾ വളർത്തുകയാണെങ്കിൽ മറ്റ് അസുഖങ്ങളൊന്നും വന്നിട്ടില്ലെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് 1.5 കോഴി പിടിക്കാൻ പറ്റും. അത് തീർച്ചയാണ്, നമുക്ക് ആ റിസൾട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഫാമിൻ്റെ അടുത്തുള്ള ആൾക്കാർക്ക് പ്രയാസം, ഈ ദുർഗന്ധത്തിൻ്റെ പ്രശ്നം, അതുപോലെ തന്നെ വളർച്ച കിട്ടാത്ത പ്രശ്നമുള്ള ആൾക്കാരൊക്കെ ജസ്റ്റ് 1-2 ബാച്ച് ഞാൻ ഈ പറയുന്ന പോലെ ഒന്ന് വളർത്തി നോക്കുക. റിസൾട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് കണ്ടിന്യൂ ചെയ്യാം. എന്തായാലും എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ പറയുന്ന രീതിയിൽ ചെയ്യുകയാണെങ്കിൽ എന്തായാലും റിസൾട്ട് കിട്ടും, അത് 100% ഗ്യാരണ്ടിയാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു ടോപ്പിക്കായിട്ട് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഡിയർ ഫാമേഴ്സ്, ഇനിയിപ്പോൾ ഇന്നത്തെ ഫാം റേറ്റൊക്കെ എങ്ങനെ വന്നേക്കുന്നത് നോക്കിയിട്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം.